ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഈ പിക്ക് കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായല്ലോ. ഇന്നത്തെ വിഭവം ഓർക്കാപ്പുളി വെച്ചിട്ടാണ്. ഓർക്കാപ്പുളി ചിലയിടത്തൊക്കെ ഇരുമ്പമ്പുളി എന്നും പറയും. അപ്പം നമ്മൾ ഈ ഓർക്കാപ്പുളിക്ക് നല്ലൊരു ചക്കരപ്പുളി ഉണ്ടാക്കിയാലോ. നമ്മൾ മറ്റേ പുളിയും ചക്കരയൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കുന്നത് പുളിക്ക് പകരം ഓർക്കാപ്പുളി ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഓർക്കാപ്പുളിയൊക്കെ പറിച്ചു. കരിവേപ്പിൻ്റെ ഇല പറിക്കാൻ നോക്കിയിട്ട് എല്ലാം ആകാശത്താണ്. താഴത്തുള്ളതൊക്കെ ഏകദേശം ഊരി തീർന്നിട്ടുണ്ട്. പിന്നെ നന്നടിയിലൊരു ചെറിയ 2-3 തൈകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 3-4 അല്ലി ഇങ്ങോട്ട് പറിച്ചെടുത്തു. പിന്നെ അതുമായിട്ട് അകത്തേക്ക് പോയി ഓർക്കാപ്പുളിയൊക്കെ നടുകെ കീറി കഷ്ണങ്ങളാക്കി പുളിഞ്ചി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കുട്ടിക്കഥ കേട്ടാലോ? നമ്മുടെ മുല്ലയുടെ കഥ, നാസറുദ്ദീൻ മുല്ലയുടെ വായിച്ചു മറന്ന കഥകൾ ഒന്നും കൂടി കേട്ടാൽ രസമല്ലേ? അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ളൊരു കഥ പറയട്ടെ. മുല്ലയുടെ ഭാര്യ ആമിന അകത്ത് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ മുല്ല മുറിയിൽ നിലത്തിരിക്കുകയാണ്. എന്താണ് ഒരു ശബ്ദം കേട്ടത്? ആമിന ചോദിച്ചു. നിസാരമായി മുല്ല പറഞ്ഞു, എൻ്റെ കുപ്പായം കട്ടിലിൽ നിന്ന് മുകളിൽ വെച്ച സ്റ്റൂളിൽ നിന്നും താഴെ വീണ ശബ്ദമായിരിക്കും നീ കേട്ടത്. ആമിനയ്ക്ക് അതിശയമായി. ഒരു കുപ്പായം വീണാൽ ഇത്രയും വലിയ ശബ്ദം ഉണ്ടാവുമോ? മുല്ല പറഞ്ഞു, കുപ്പായം വീണപ്പോൾ ഞാനും അതിനകത്തുണ്ടായിരുന്നു. എത്ര നിസാരായിട്ടല്ലേ മുല്ല ആ ഒരു വീണ ആ ഒരു ഇത് പറഞ്ഞത് അല്ലേ? ഒരു എന്താ പറയുക, ചിന്തിക്കാനും ചിരിക്കാനും എപ്പോഴും ഉണ്ടാവും മുല്ലയുടെ കഥകളിൽ. ഞാൻ ഈ മുല്ലേൻ്റെ കഥകൾ, എനിക്കറിയാവുന്ന കഥകളൊക്കെ ഞാൻ ലിപിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. എൻ്റെ ലിപി ലിങ്ക് ഇതിൻ്റെ ബയോയിലുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി വായിക്കണം. ഇതേപോലെ ഞാൻ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ കഥയായിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുല്ലാക്കഥകൾ പറയുന്നതായിരിക്കും. അപ്പോൾ മുല്ലാക്കഥകളും നമ്മുടെ ചക്കരപ്പുളി മീൻസ് ഓർക്കാപ്പുളിഞ്ചി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും തരണേ. അപ്പോൾ നമ്മളെ ഓർക്കാപ്പുളി പുളിഞ്ചി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ? ഓർക്കാപ്പുളിയൊക്കെ നടുകെ കീറിയിട്ട് അതിൽ ശർക്കര ഉരുക്കിയതും പച്ചമുളകും കൂടിയും പാർന്നുകൊണ്ട് കുക്കറിലിട്ട് കൂക്കിച്ചു. എന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ പാർന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുങ്ങാണ്ട് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ഓർക്കാപ്പുളി കണ്ട് ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിങ്ങനെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കണ്ട് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഉലുവയും കടുകും കൂടിയും പൊടിച്ച പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ല അടിച്ചാപ്പൊളി നല്ല രസമുള്ള എന്താ പറയുക, പുളിയില്ലാത്ത ഓർക്കാപ്പുളി വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയ ചക്കരപ്പുളി ഇവിടെ റെഡിയായി. അപ്പോൾ ദാ നമ്മുടെ ചക്കരപ്പുളി ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെ, ഇത് ഇഷ്ടമായ ആൾക്കാർ ഒന്ന് പറയണ്ടല്ലോ, ഇനിയും പറയണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.